നീ ഋതികയെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ ഒരുപാട് നിന്നെ വെറുത്തുപോയി. പക്ഷേ നിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹം ഞാൻ അംഗീകരിച്ചത്. എന്നിട്ട് എല്ലാം നിന്റെ കയ്യിലേക്ക് വരുമെന്നായപ്പോ എന്തിന് എന്റെ മകളും എന്റെ സ്വത്തുക്കളും എന്റെ സ്ഥാനം പോലും ഞാൻ നിനക്ക് തരുമെന്നായപ്പോ നീ എന്തെങ്കിലും പറയാമെന്ന ഞാൻ പറയാൻ സമ്മതിക്കില്ല എന്ന് പോലും വകവയ്ക്കാതെ നീ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നീ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു രാജു. നിന്നെ പോലൊരാൾ എന്റെ കൂടെ ഉള്ളതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. സാറേ, ഇപ്പൊ പറ, ഒരു വാക്ക് നീ പറഞ്ഞാ മതി, എനിക്ക് സമ്മതം. എന്റെ മകളെ നിന്റെ കൈപിടിച്ചേൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതം. നിന്റെ ഒരേ ഒരു വാക്ക്, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞ ഞാനത് ഇപ്പൊ നടത്തിത്തരും, ഇവിടെ വെച്ച്. വർമ്മ സാറേ, സാർ എന്താ ഈ പറയുന്നത്? ഞാൻ ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിഞ്ഞ പലരും പലതവണ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛനടക്കം എന്നോട് പറഞ്ഞു, ഋതിക മേഡത്തെ വിഷമിപ്പിക്കരുത്, ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. കാരണം എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് എന്റെ വർമ്മ സാറിന് എന്നോടുള്ള വിശ്വാസമാണ്. വർമ്മ സാറിനോടുള്ള നന്ദിയും കടപ്പാടുവാ. അത് നിലനിർത്താനാ ഞാൻ ഇത്രയും പാടുപെട്ടത്. ഋതിക മേഡത്തെ അങ്ങനെ കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല വർമ്മ സാറേ. കേട്ടില്ലേ ചേച്ചി? ഈ നിഷ്കളങ്കമായ മനസ്സിനെയാ ചേച്ചി സംശയിച്ചു. ഈ രാജുവിനെ സംശയിച്ച ചേച്ചി എന്റെ മകളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തു. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്റെ നല്ല മനസ്സിനെ പറ്റിയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും പുകഴ്ത്തി പറയുന്നത്. ശരിക്കും ഇവൻ ചെയ്തതിന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. രാജു, നിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുക. സാറേ, നീ എന്നെക്കാളും ഉയർന്ന ദൈവത്തിന്റെ സ്ഥാനത്ത്. വർമ്മ സാറേ, വർമ്മ സാറേ, എന്നോടിങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ എന്നും വർമ്മ സാറിന്റെ സേവകനാ.
അച്ഛാ, അമ്മേ, ചേച്ചി, നമുക്കിറങ്ങാം. മോനെ പ്രതിക മാഡം, അച്ഛാ, വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. ഇനി ഋതിക മാഡത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ സാർ നോക്കിക്കോളും. അച്ഛൻ വാ. രാധമേ വാ, നമുക്ക് ഇറങ്ങാം. ഇങ്ങനെയെല്ലാം അവസാനിക്കുമെന്ന് രാധമ്മ കരുതിയതല്ല. എന്റെ മകൻ മോളോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾ അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. രാധമ്മ, എല്ലാം അവസാനിച്ചു. ഇനിയിപ്പോ രാജുന്റെ കൂടെ രാജുന്റെ വീട്ടിലേക്ക് ഇനി ഋതികയില്ല. ഋതിക വീണ്ടും ഋതികയുടെ വീട്ടിൽ തനിച്ചായി. അമ്മേ, അവസാനം നമ്മളത് നേടി. ഋതികയും രാജുവിനെ നമ്മൾ വേർപിരിച്ചു. അതെ മോനെ, അമ്മ പറഞ്ഞില്ലേ നിന്നോട്, ഏതൊരു കാര്യത്തിനും ക്ഷമയോടെ കാത്തിരുന്ന് അവസരം വരുമ്പോ വേണ്ട രീതിയിൽ ബുദ്ധി ഉപയോഗിച്ചാൽ ഏത് കൊമ്പനെയും വീഴ്ത്താമെന്ന്.
ഇപ്പൊ നിനക്ക് മനസ്സിലായോ മോനെ അമ്മ പറഞ്ഞതിന്റെ പൊരുള്? എനിക്ക് മനസ്സിലായി അമ്മേ, നന്നായിട്ട് മനസ്സിലായി. അമ്മ ഒരു ലെജൻഡാ. അമ്മയുടെ അത്രയും ബുദ്ധിയുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉം. അമ്മയുടെ നാക്കേ കരിനാക്കാണെന്ന് തോന്നുന്നു. അതെന്താടാ? അല്ല, അമ്മ എന്ത് പറഞ്ഞാലും കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അത് അങ്ങനെ തന്നെ നടക്കും. ഋതുമോളെ, മോൾക്ക് കുറച്ചുകൂടെ നേരത്തെ എന്നോട് ഇതൊക്കെ പറയായിരുന്നില്ലേ? ചെറിയമ്മയ്ക്ക് ഇതൊക്കെ അറിയായിരുന്നു. ഞാൻ ഋതുമോളും രാജുവും സംസാരിക്കുന്നത് കേട്ടിരുന്നു. അതിന് ഋതിക മേഡം ആരാ? ഞാൻ വിവാഹം ചെയ്ത ഭാര്യയൊന്നുമല്ലല്ലോ. ശരിയാ, രാജു താലി കെട്ടിയ ഭാര്യയല്ലല്ലോ ഞാൻ. എനിക്ക് രാജുവിന് ഇഷ്ടമായിരുന്നു ചെറിയമ്മ. ദീപക്കുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് രാജുവിനോടുള്ള ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞതാ. പക്ഷെ എന്റെ ഇഷ്ടം രാജു നിരസിച്ചു. ഞാനത് കാര്യമാക്കിയിരുന്നില്ല. അച്ഛനോടുള്ള ബഹുമാനം കൊണ്ട് രാജു അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ പതിയെ പതിയെ രാജുവിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ടാ ദീപക്കുമായിട്ടുള്ള വിവാഹത്തിന്റെ അന്ന് രാജു എന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് ഞാൻ നുണ പറഞ്ഞത്. പക്ഷെ എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ചെറിയമ്മ. മോള് കരയാതിരിക്കേ. ഞാൻ എന്തൊരു ഫൂളാണ് ചെറിയമ്മ. എന്റെ ആഗ്രഹത്തിന് എല്ലാം നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ വെറുതെ എന്തൊക്കെയോ ആഗ്രഹിച്ചു. രാജു എന്റെ ലോകമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ രാജുവിനെ നിർബന്ധിച്ച് രാജുവിന്റെ ഒപ്പം പോയി. അവസാനം വീണ്ടും ഞാൻ ഈ വീട്ടില് അംബികമ്മയുടെ ദീപക്കിന്റെ ഇടയില്. കരയല്ലേ മോളെ? ചെറിയമ്മല്ലേ ഈ പറയുന്ന? മോള് കരയാതിരിക്കേ. ചെറിയമ്മ രാജുവിനോട് സംസാരിക്കാം. പ്രതാപേട്ടനോടും ശേഖരേട്ടനോടും പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ രാജുവിന്റെ വീട്ടിൽ പോയി സംസാരിക്കാം. വേണ്ട ചെറിയമ്മ. ചെറിയമ്മ കേട്ടതല്ലേ? രാജു ആര് പറഞ്ഞാലും കേൾക്കില്ല. രാജുവിന് എന്നെ വേണ്ട. രാജുവിന് എന്നെ ഇഷ്ടല്ല. ചെറിയമ്മ നോക്കിക്കോ, ഞാനിനി ആരും വിവാഹം കഴിക്കില്ല. എന്റെ മനസ്സിൽ രാജു മാത്രമേ ഉള്ളൂ. രാജുവായിട്ടുള്ള വിവാഹം കഴിഞ്ഞെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെ തുടരും. ഈ ജീവിതത്തിൽ ഞാൻ വേറെ ആരെയും വിവാഹം കഴിക്കില്ല. ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്ത് വരില്ല. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. നമുക്കെല്ലാം ശരിയാക്കാം. ഇല്ല ചെറിയമ്മ, ഒന്നും ശരിയാവില്ല. എനിക്കറിയാം. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ രാജു എന്നോട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. മോളെ, ചെറിയമ്മ പറയുന്ന കേക്ക്. മോൾ ഇങ്ങനെ കരയാതെ. കരയാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും ചെറിയമ്മ? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? രാജുവിന് ഇഷ്ടപ്പെടാൻ മാത്രം ഒരു ക്വാളിറ്റി എനിക്കില്ല ചെറിയമ്മ. മോള് കരച്ചിൽ നിർത്ത്.
ചെറിയമ്മ എന്ത് പറഞ്ഞാലും എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. എന്റെ ഉള്ളിൽ ഉരുക, എന്റെ മനസ്സ് വേദനിക്കുക ചെറിയമ്മ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചെറിയമ്മ. ചെറിയമ്മ, എന്റെ കൂടെ ഇവിടെ കുറച്ചു നേരം ഇരിക്കാമോ? എനിക്ക് വിഷമം വന്നിട്ട് എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. മോളെ സമാധാനിക്ക്. ചെറിയമ്മല്ലേ ഈ പറയുന്നത്. ചെറിയമ്മ മോളുടെ കൂടെ ഇരിക്കും. ചെറിയമ്മ, മോൾക്ക് ഇതൊക്കെ ആദ്യമേ ചെറിയമ്മയോടും ചെറിയച്ഛനോടും തുറന്നു പറയാറുന്നില്ലേ? ചെറിയമ്മയും ചെറിയച്ഛനും എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നല്ലോ. പ്രതാപേട്ടനോട് പറഞ്ഞോ? രാജുവിനോട് സംസാരിച്ചോ? രാജുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചോ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുമായിരുന്നു. മോൾ എന്താ പറയാഞ്ഞേ? ഞാൻ പറയേണ്ടതായിരുന്നു ചെറിയമ്മ, പറയേണ്ടതായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നു. രാജു എന്നെ മനസ്സിലാക്കും, എന്റെ പ്രണയം തിരിച്ചറിയും, എന്നെ സ്വീകരിക്കുന്നൊക്കെ ഞാൻ ഓർത്തുപോയി ചെറിയമ്മ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ചെറിയമ്മ. പക്ഷെ രാജു എന്നെ ചതിച്ചു ചെറിയമ്മ. നമുക്ക് ചെയ്യാം. മോള് സമാധാനായിരിക്കും. വേണുവേട്ടാ, ചോദിക്ക് വേണുവേട്ടാ. ഞാനെന്ത് ചോദിക്കാനടി? എല്ലാം ഇവന്റെ ഇഷ്ടമല്ലേ, ഇവന്റെ തോന്നിയാസമല്ലേ? ഞാനല്ലല്ലോ. ഇപ്പൊ ഇവനല്ലേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത്. മോനെ, നീ എന്ത് പണിയാടാ കാണിച്ചത്? നീ എന്തിനാ മോനെ അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലേ? അതെ, ഇക്കാര്യത്തിൽ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ നിന്നോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഞാനത് നിന്നോട് മറച്ചു വെച്ചു. ശരിക്കും ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്താ വേണുവേട്ടാ ഈ പറയുന്നത്? അതേടി, പക്ഷേ പ്രതികാ മാഡത്തിന് ഇവനോട് സ്നേഹമുണ്ടായിരുന്നു. ഇവനെ ഋതിക മാഡം പ്രണയിച്ചിരുന്നു. അതുകൊണ്ട് ഋതിക മാഡത്തിന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഇവൻ ഋതിക മാഡത്തിന് താലി കെട്ടിന്ന് നുണ പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അതിനുശേഷം
ഋതിക മാഡം ഇവനോടടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ഇവനെല്ലാം നിരസിച്ചു. എന്തിനാ മോനെ? രാജു, നീ കാണിച്ചത് ഭയങ്കര മോശമായിപ്പോയി. നീ കാണിച്ചത് വലിയൊരു തെറ്റാ. അത്രയും വലിയൊരു വീട്ടിലെ പെൺകുട്ടി നിന്നെ സ്നേഹിച്ച് നിന്നെ വിശ്വസിച്ച് നിന്റെ ഒപ്പം ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പോ അവരുടെ എല്ലാം മുമ്പിൽ വെച്ച് നീ താലി കെട്ടിയില്ലെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വേദനിപ്പിച്ചത് വലിയ തെറ്റായി പോയി. രാജു, ലോകത്തൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റാ നീ ചെയ്തത്. അതെ മോനെ, നിന്റെ മനസ്സിൽ ചിലപ്പോ വർമ്മ സാറിനോടുള്ള സ്നേഹവും ആ സ്വത്തുക്കളെല്ലാം നിന്റെ കയ്യിലേക്ക് വരുമോ എന്നുള്ള ഭയമായിരിക്കാം. എന്നാ നീ കാണാതെ പോയത് ആ പെൺകുട്ടിയുടെ മനസ്സാ.